ഇന്നത്തെ ട്യൂട്ടറിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചിട്ടാണ്. ഇത് നമ്മുടെ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പ്ലേലിസ്റ്റിലെ പാർട്ട് 2 വീഡിയോ ആണ്. നിങ്ങൾ ഇതിലൊരു ബിഗിനർ ആണെങ്കിൽ സി പ്രോഗ്രാമിനെ കുറിച്ച് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ആ പാർട്ട് 1 കണ്ടതിന് ശേഷം മാത്രം പാർട്ട് 2 കാണാൻ ശ്രദ്ധിക്കുക. അതിൻ്റെ ലിങ്ക് ഒന്നെങ്കിൽ ഐ ബട്ടണിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ കൊടുത്തിരിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എങ്ങനെയാണ് അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്, ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ റിയൽ ലൈഫ് എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കാൽക്കുലേറ്റർ എന്നൊരു ആപ്പിനകത്ത് 1+1 അടിക്കുമ്പോൾ 2 കാണിക്കുന്നില്ലേ? അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉള്ളിൽ വർക്കാവുന്നത് ഇത് കണക്കുള്ള അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. അതായത് ഇപ്പം നമ്മൾ 1+1 അടിക്കുമ്പോൾ 2 കിട്ടണമെന്നുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിപ്പോൾ കോഡിങ് ചെയ്ത് തുടങ്ങാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇപ്പം ഞാനാണെങ്കിൽ arithmetic_operators.c എന്നൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കത് ക്രിയേറ്റ് ചെയ്യാം. ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞേക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. അപ്പം ഞാൻ ആ ഫയലിനകത്ത് അതേ കണക്ക് തന്നെ ഒരു ബേസിക് ടെംപ്ലേറ്റ് എഴുതി #include_stdio.h ഇൻറ്റ് മെയിൻ ഫംഗ്ഷനകത്ത് നമ്മൾ ഇൻറ്റ് എക്സ് എന്നൊരു വേരിയബിൾ കൊടുത്ത് എക്സിന് 10 എന്നൊരു വാല്യൂയും കൊടുത്ത് അതിനെ പ്രിൻറ്റ് ചെയ്യാനുള്ള സിൻടാക്സ് എഴുതിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റിട്ടേൺ 0 കൊടുത്ത് നമ്മളൊരു ബേസിക് ടെംപ്ലേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ് എന്ന ഒരു വാല്യൂ അത് ഇൻറ്റിജർ ആയതുകൊണ്ടാണ് ഇൻറ്റു കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് 10 എന്നൊരു വാല്യൂ നമ്മൾ അസൈൻ ചെയ്യുന്നുണ്ട്. ഇത് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ പ്രിൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഈ ഫയലിനെ കമ്പൈൽ ചെയ്യണം. GCC എന്നാണ് നമ്മുടെ കമ്പൈലറിൻ്റെ പേര്. കമ്പൈലറിനെ വിളിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫയലിൻ്റെ ഫുൾ നെയിം വിത്ത് എക്സ്റ്റൻഷനോട് കൊടുക്കണം. എക്സ്റ്റൻഷൻ .c എന്നുള്ളത് ഇടാൻ ആരും മറക്കരുത്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ C ഫയലാണ് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതേ കണക്ക് ഇവിടെ കൊടുക്കുമ്പോൾ എന്നിട്ട് എൻ്റർ അടിക്കുമ്പോൾ ഈ ഫയലിനെ അത് കമ്പൈൽ ചെയ്ത് a.exe എന്നുള്ളൊരു exe ഫയലാകും. ഇനി exe ഫയലിനാണ് നമ്മൾ റൺ ചെയ്യുന്നത്. കണ്ടില്ലേ, എക്സിൻ്റെ വാല്യൂ എത്ര, 10 കിട്ടിയത്. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിനെ യൂസ് ചെയ്ത് തുടങ്ങാം. ഉദാഹരണത്തിന് ഇൻറ്റ് z എന്നൊരു വാല്യൂ കൊടുത്ത് x+5 എന്ന് കൊടുക്കാം. ഇവിടെ എന്താ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അഡീഷൻ, അതായത് എക്സ് എന്നൊരു വേരിയബിളിൽ 10 എന്നൊരു വാല്യൂ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് എന്ത് ചെയ്യുന്നത്, നമ്മൾ പുതിയൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് 10ന്റെ കൂടെ +5 കൊടുക്കുമ്പോൾ എത്രയായി, 15 എന്നാവത്തില്ലേ? അതിനെ നമ്മൾ എന്ത് ചെയ്ത് z എന്ന വേരിയബിളിനകത്തോട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. പ്രിന്റ് ചെയ്ത് നോക്കാം. എപ്പം നമ്മൾ ഈ C ഫയൽ എഡിറ്റ് ചെയ്താലും അത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, കമ്പൈൽ ചെയ്യണം. അതിനുശേഷം എന്ത് ചെയ്യണം, റൺ ചെയ്യണം. കണ്ടില്ലേ 15 എന്ന് വന്നത്. അതായത് 10+5 എന്നുള്ളത് എടുത്ത് എന്ത് ചെയ്ത് Z എന്നകത്തോട്ട് വെച്ച് ഇങ്ങനെ എപ്പോഴും വന്നിട്ട് ഈ ടെർമിനലിനകത്ത് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനാണ് ഞാൻ ഷോർട്ട് കട്ട് പറയാം. കോഡ് റണ്ണർ എന്നൊരു എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഇങ്ങനെ കിട്ടും കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇപ്പം C എക്സ്റ്റൻഷൻ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഡീഫാൾട്ട് ആയിട്ട് ഇത് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പം നമ്മളിവിടെ എന്ത് ചെയ്ത് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്ത് അഡിഷൻ ഓപ്പറേറ്റർ യൂസ് ചെയ്ത് പ്ലസ് യൂസ് ചെയ്ത് ഇനി നമുക്ക് എന്ത് ചെയ്യാം, സബ്ട്രാക്ഷൻ ഓപ്പറേറ്റർ മൈനസ് ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. ഈ പ്ലസ്സിന് വരെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ മൈനസ് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് നമ്മൾ കമ്പൈൽ ചെയ്ത് ബിൽഡ് ചെയ്ത് റൺ ചെയ്യുന്നതിന് വരെ ഇവിടെ ഡയറക്റ്റ് എന്ത് ചെയ്യുക, നമുക്ക് റൺ ചെയ്യാം. കണ്ടോ, ഇതിൻ്റെ വാല്യൂ എത്ര, 5. നമ്മൾ ഇങ്ങനെ റൺ ചെയ്യുമ്പോൾ ഇവിടെ കണ്ടത് ഇത് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി കാണിക്കും. നിങ്ങൾ അത് കണ്ടിട്ടൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഈ വൈറ്റ് കളറിൽ ഇവിടെ ഇങ്ങനെ കിട്ടുന്നതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. എക്സിൻ്റെ വാല്യൂ എത്രയാണ്, 10. ആ 10-നകത്തുനിന്ന് 5 മൈനസ് ചെയ്തപ്പോൾ എത്ര കിട്ടി, ആ 5 കിട്ടി. ആ 5നെ നമ്മൾ ഈ സെഡിലോട്ട് സ്റ്റോർ ചെയ്തിട്ട് സെഡിനെയാണ് ഇവിടെ പ്രിന്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ മൾട്ടിപ്ലിക്കേഷൻ ഒന്ന് യൂസ് ചെയ്യാം. അതിന് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റാർ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. സ്റ്റാർ എന്നല്ല, നമ്മൾ കമ്പ്യൂട്ടർ സയൻസിൽ ഇതിന് യൂസ് ചെയ്യുന്ന പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ്റ്ററിക്സ് എന്ന് പറയും. x×5 മൾട്ടിപ്ലിക്കേഷൻ. x×5 എത്ര വരുന്നത്, 10×5 നമുക്ക് 50 ആണെന്നാണ്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഡിവിഷൻ ചെയ്ത് നോക്കാം. ഡിവിഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ഫോർവേഡ് സ്ലാഷ് ആണ്. എന്താ 10/5 എത്ര കിട്ടി, 2 കിട്ടി. പിന്നെ നമുക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡുലസ് ഓപ്പറേറ്റർ എന്തിനാണ് യൂസ് ചെയ്ത് വെച്ചാൽ റിമൈൻഡർ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ എക്സ് മോഡുലസ് 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ 10നെ /3 ഈവൻലി, അതായത് 10നെ ഒരേപോലെ 3 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ പോയിന്റ് വാല്യൂ നമ്മൾ യൂസ് ചെയ്യുന്ന അവിടെ എന്ത് ചെയ്യും, നമുക്ക് 3 പോയിന്റ് സംതിങ് കിട്ടുന്ന. ബട്ട് നമ്മളിങ്ങനെ മോഡുലസ് യൂസ് ചെയ്യുമ്പോൾ അവിടെ ഇതിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 അതിനകത്ത് വരുന്നത്, അതായത് 3×3 9 നമുക്ക് അവിടുന്ന് ഡിവൈഡ് ചെയ്ത് മാറണം. അപ്പം ബാലൻസ് വരുന്ന 1നെയാണ് എന്ത് ചെയ്യുന്നു, മോഡുലസ് എന്ത് കാണിക്കുന്നത്, റിമൈൻഡർ 1 അപ്പം കാണിച്ചു തരാം. എന്താ റിമൈൻഡർ 1 കിട്ടിയ വേണ്ടില്ലേ.
അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു പ്രോജക്റ്റ് കണക്ക് ചെയ്യുമ്പോൾ നമുക്ക് പഠിക്കാം. കാര്യം അത് നമുക്ക് ഒന്നെങ്കിൽ തേർഡ് പാർട്ടിലോ അല്ലെ ഫോർത്ത് പാർട്ടിലോ നമുക്കിതിനെ വെച്ചിട്ട് കണ്ടീഷണൽ വൈസ്, അതായത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് ഇഫ് എൽസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഈ റിമൈൻഡറിനെ അവിടെ യൂസ് ചെയ്ത് കാണിക്കാം. അപ്പം നിങ്ങൾ തൽക്കാലം ഈ ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചും ഇതിൻ്റെ യൂസ് കേസും മനസ്സിലാക്കിയാൽ മാത്രം മതി, ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ടൊന്നും ചിന്തിക്കേണ്ട. ഇനി നമുക്ക് ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റും യൂസ് ചെയ്യാം. ഈ ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റും എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കുറച്ചും കൂടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ നമുക്ക് ഷോർട്ടായിട്ട് ചെയ്യാം. ഒരു ഉദാഹരണം, എക്സ് അസൈൻ എക്സ് പ്ലസ് 1 എന്ന് കൊടുത്തു. ഇവിടെ എക്സിനെ പ്രിൻ്റ് ചെയ്യാം. ഇപ്പം എക്സിൻ്റെ വാല്യൂ എത്ര ആയിരിക്കും? അതായത് ചിന്തിച്ച് നോക്കിയേ. 11 വന്നിട്ടില്ല. നേരത്തുള്ള എക്സ് എത്രയായിരുന്നു? 10 ആയിരുന്നു. അതിൻ്റെ കൂടെ ഒന്നും കൂടെ കൂട്ടിയപ്പോൾ എത്രയായി? 11 അതിനെ തിരിച്ചെന്ത് ചെയ്തു? നമ്മൾ ആ എക്സിൽ തന്നെ ലോഡ് ചെയ്തു. ഓക്കെ, പിന്നെ കൂടുതലായിട്ട് ചിന്തിക്കാനൊന്നുമില്ല. എക്സ് എന്ന വേരിയബിളിനകത്തോട്ട് എന്ത് ചെയ്ത് നമ്മൾ ആ എക്സിനകത്തിരുന്ന വേരിയബിൾ വാല്യൂവിൻ്റെ കൂടെ ഒന്നും കൂടെ കൂട്ടിയിട്ട് സെയിം എക്സിൽ തന്നെ വെച്ച്, അത്രേ ഉള്ളൂ. ഈ വേരിയബിൾ ഓൾറെഡി നമ്മൾ ഡിക്ലെയർ ചെയ്തത് കൊണ്ടാണ് ഇവിടെ അതിനെ ഡിക്ലെയർ ചെയ്യാഞ്ഞത് കേട്ടോ. ഇപ്പം ഇതിനെ നമുക്ക് കുറച്ചും കൂടെ ഒരു ഷോർട്ട് ഫോം ആക്കാൻ പറ്റും. ഇത്രയും നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. എക്സ് പ്ലസ് പ്ലസ് എന്ന് കൊടുത്താൽ മതി. ഇതിന് ഇൻക്രിമെൻ്റ് എന്നാണ് പറയുന്നത്. സെയിം വാല്യൂ ആണ് നമുക്ക് കിട്ടുന്ന റൺ ചെയ്യുമ്പോൾ. അതായത് എക്സ് അസൈൻ എക്സ് പ്ലസ് 1, അതായത് 10ൻ്റെ കൂടെ ഒന്നും കൂടെ കൂട്ടിയിട്ട് ആ 10 വേരിയബിളിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ച് അതിന് ഷോർട്ടാക്കി ചെയ്യുന്ന രീതി ഏത്? ഇതണക്ക് തന്നെ ഡിക്രിമെൻറ്റും ഉണ്ട് എന്ന് കമൻറ്റ് ചെയ്യട്ടോ. എക്സ് മൈനസ് മൈനസ് ഇന്നൊന്ന് ചിന്തിച്ചേക്കാം, എന്തായിരിക്കും ആൻസർ കിട്ടുന്നത്? 9. അതായത് എക്സിൻ്റെ കൂടെ എന്ത് ചെയ്ത് ഒന്ന് മൈനസ് ചെയ്ത്, അതായത് എക്സിനകത്ത് ആദ്യം ഇരുന്ന് എത്ര? 10 ആണ്. 10 മൈനസ് 1 എത്ര? 10ൽ നിന്നൊന്ന് കുറച്ച് എത്ര? 9. അതായത് 10ൽ നിന്ന് കുറയ്ക്കുമ്പോൾ 9 കിട്ടുന്നു. അതിനെ എടുത്ത് എന്ത് ചെയ്ത് അതിരുന്ന വേരിയബിളിൽ തന്നെ വെച്ച്, എക്സിൽ തന്നെ വെച്ച്, അത്രേ ഉള്ളൂ. അതായത് ഇപ്പം എന്താ? എക്സ് അസൈൻ എക്സ് മൈനസ് 1. ഇതിനെയാണ് നമ്മൾ ഈ ഷോർട്ടാക്കിയിട്ട് ഇതിനെയാണ് നമ്മൾ ഷോർട്ട് ഫോമിൽ ഇങ്ങനെ എഴുതിയത്. ഇപ്പം ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ് മനസ്സിലായില്ലേ? അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. നമ്മൾ ഈ എങ്ങനെയാണ് ബേസിക്കായിട്ട് ഓപ്പറേറ്റേഴ്സിനെ യൂസ് ചെയ്യുന്നതെന്ന് മാത്രം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത ക്ലാസ് മുതൽ നമുക്ക് കുറച്ച് പ്രോജക്റ്റ് ഒക്കെ ചെയ്ത് തുടങ്ങണം. ഒരു കാൽക്കുലേറ്റർ കണക്കുള്ള പ്രോജക്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇന്നത്തെ വീഡിയോ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചാണ് പഠിച്ചത്. അതിനകത്ത് നമ്മൾ അസൈൻ പഠിച്ച്, അതുപോലെ തന്നെ അഡിഷൻ പഠിച്ച്, സബ്ട്രാക്ഷൻ പഠിച്ച്, മൾട്ടിപ്ലിക്കേഷൻ പഠിച്ച്, ഡിവിഷൻ പഠിച്ച്, മോഡുലസ് വാല്യൂ എടുക്കാൻ പഠിച്ച്, ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റും എന്താണെന്ന് പഠിച്ച്. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് നമ്മൾ ഇഫ് എൽസ് ഒക്കെ പഠിക്കും. ഇത് പഠിച്ചിട്ട് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു കാൽക്കുലേറ്റർ പ്രോജക്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യമൊന്നും എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ നിങ്ങളുടേതായ രീതിയിൽ അത് ചെയ്തു നോക്കുക. അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ വരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കൂടുതൽ സപ്പോർട്ട് വേണമെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു ടെലിഗ്രാം ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിന് ലിങ്ക് നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ അതുവഴി എന്ത് ചെയ്യുക? നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് എന്താ സംശയം കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അതിനകത്ത് ഇടുക. അല്ലെങ്കിൽ ഇതണക്കൊരു ഫോട്ടോ എന്തെങ്കിലും എടുത്ത് അയച്ചിട്ട് മലയാളത്തിൽ തന്നെ ഇത് സംശയം കാര്യങ്ങളും ചോദിച്ച് ക്ലിയർ ചെയ്ത് പഠിക്കാനൊരു അവസരമുണ്ട്. അത് നിങ്ങളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ കാണും വരെ ബൈ.